Boche Gold and Diamonds. Buy now, pay later. ഷർണൂരിലെ കണയം കരിങ്കൽ ക്വാറിയുമായി ബന്ധപ്പെട്ട് നഗരസഭാ അധ്യക്ഷയുടെ സമൂഹ മാധ്യമ പോസ്റ്റിനെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ വാക്കേറ്റം. കൗൺസിലർ സിനി മനോജിനെതിരെയാണ് പോസ്റ്റ് എന്നാരോപിച്ചായിരുന്നു BJP കൗൺസിലർമാരും അധ്യക്ഷയും തമ്മിലുള്ള വാക്കേറ്റം. കഴിഞ്ഞ നഗരസഭാ കൗൺസിലാണ് കണയത്തെ കരിങ്കൽ ക്വാറിക്ക് അനുമതി നൽകിയതെന്ന നഗരസഭാ അധ്യക്ഷയുടെ പോസ്റ്റാണ് തർക്കത്തിനു കാരണം. ഈ പോസ്റ്റിലൂടെ കൗൺസിലറെ കുറ്റക്കാരിയായി ചിത്രീകരിച്ചുവെന്ന് സിനി മനോജ് ഉൾപ്പെടെയുള്ള BJP കൗൺസിലർമാർ പറഞ്ഞു. കൗൺസിലറാണ് ക്വാറി പ്രവർത്തിക്കാൻ കാരണമായതെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതെന്നും ആരോപിച്ചു. കരിങ്കൽ ക്വാറിയിൽ കൂട്ടിയിട്ടിരിക്കുന്ന മൺകൂന നീക്കിയില്ലെന്ന പരാതിക്ക് ഇത്രയും മണ്ണ് കൂട്ടിയിടുന്നതുവരെ കൗൺസിലർ എവിടെ നോക്കിയിരിക്കുകയായിരുന്നു എന്നായിരുന്നു അധ്യക്ഷയുടെ മറുചോദ്യം. ക്വാറി പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് കൗൺസിൽ സിനി മനോജ് ആണെന്ന് അധ്യക്ഷ അഡ്വക്കേറ്റ് പി നിർമ്മല പറഞ്ഞു. കൗൺസിലിൽ വന്ന് രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്നും അധ്യക്ഷ ആരോപിച്ചു. ക്വാറി വിഷയത്തിന്റെ ഉത്തരവാദിത്തം കൗൺസിലർക്കാണെന്ന അധ്യക്ഷയുടെ മറുപടിയാണ് BJP കൗൺസിലർമാരെ പ്രകോപിപ്പിച്ചത്. ഒരു പ്രശ്നം കൗൺസിലറുടെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയായ രീതിയല്ലെന്ന് BJP കൗൺസിലർമാർ പ്രതികരിച്ചു. നഗരസഭ നൽകിയ സ്റ്റോപ്പ് മെമ്മോ ക്വാറി ഉടമ ഹൈക്കോടതിയിലൂടെ മറികടന്നെന്ന് കോൺഗ്രസ് കൗൺസിലർമാരും ഉന്നയിച്ചു. നഗരസഭയുടെ അഭിഭാഷകൻ ഇക്കാര്യത്തിൽ ആവശ്യമായ ഇടപെടൽ നടത്തിയില്ലെന്നായിരുന്നു കൗൺസിലർ K കൃഷ്ണകുമാർ ആരോപിച്ചത്. റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യണമെന്നും കൗൺസിലിൽ ആവശ്യപ്പെട്ടു. ഇത് ഏറെ കാലങ്ങളായിട്ട് നഗരസഭയിലുള്ള വലിയൊരു വിഷയമാണ് ഈ കണയം ക്വാറി എന്ന് പറയുന്ന വിഷയം. ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുറെ കൗൺസിലുകൾ ചർച്ച ചെയ്തതാണ്. ഈ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കൗൺസിലിന്റെ തീരുമാനം അനുസരിച്ചാണ് മറ്റേ നിങ്ങൾ ചെയർപേഴ്സൺ അടക്കം പോയിട്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത് അവിടെ പോയിട്ട്. പക്ഷെ ഈ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിന് ശേഷം നമ്മൾ അതിന്റെ ആ ക്വാറിയുടെ ഉടമസ്ഥന്മാര് ഹൈക്കോടതി പോയിട്ട് ആ സാധനം വെക്കേറ്റ് ചെയ്തപ്പോ നമ്മുടെ വക്കീൽ അവിടെ എന്തായാലും നോക്കിയിരുന്നത് ഒരു ഹൈക്കോടതിയിൽ ഒരു സാധനം ഒരു പ്രൈവറ്റ് വ്യക്തി ഒന്ന് പറയട്ടെ ചെയർപേഴ്സൺ, ഹൈക്കോടതിയിൽ നമ്മുടെ നഗരസഭ കൊടുത്ത ഒരു നോട്ടീസിനെതിരെ ഒരു പ്രൈവറ്റ് വ്യക്തി ഹൈക്കോടതിയിൽ കൊടുക്കുമ്പോ സ്വാഭാവികമായിട്ടും ഹൈക്കോടതി നഗരസഭയോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. പക്ഷെ ഇത് വക്കീലിന് വേണ്ട വിധത്തിൽ അതിനവിടെ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അത് ചോദിക്കാത്തത്. ഇത് ഒറ്റയടിക്ക് അതിന് അനുമതി കൊടുത്തു. ക്വാറിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോവാനാണ് നഗരസഭയുടെ തീരുമാനം. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.